അങ്ങനെ നമ്മുടെ സുധീഷ് മനസ്സില്ലാ മനസ്സോടെ എന്തായാലും രാജീവ പറയുന്ന കാര്യം ചെയ്തു കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ അത് പറയുന്നുണ്ട് ചെയ്തു കൊടുക്കുക. ആ സമയത്ത് നിധിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുധീഷ് ആ പൈസയും സ്വർണ്ണം കൊണ്ടുപോയി കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ വാങ്ങിയിട്ട് അവൻ കാറിൽ പോകുന്ന സമയത്ത് അവൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തോ ഇതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ചിലപ്പോൾ എനിക്കിത് തോന്നിയായിരിക്കും ഇതൊരു സഹായത്തിന് വേണ്ടിയിട്ട് മാത്രമാവും എന്നോടിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. എന്തായാലും നിധിക്ക് എന്നോട് സ്നേഹം തോന്നില്ല, അത് മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. ആ സമയത്ത് ഒരാൾ ആക്സിഡൻ്റ് ആയി കിടക്കുന്നുണ്ട്. അയാളുടെ തലയിൽ നിന്നാണെങ്കിൽ ഒരുപാട് ചോര വരുന്നുണ്ട്. എന്തായാലും സുധീഷിന് ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ അയാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് കുറേ ഗുണ്ടകൾ വന്നിട്ട് അവൻ്റെ പൈസയും ബാഗും ഒക്കെ എടുത്തിട്ട് അവനീന് തട്ടി കൊണ്ടുപോകുന്നുണ്ട്. ആ കാറോട് കൂടിയിട്ട് തട്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഗോഡൗണിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടിട്ട് വായൊക്കെ പൂട്ടിയിട്ട് കുറേ അടിക്കണു ഉപദ്രവിക്കണു ഒക്കെ ഉണ്ട്. എന്തായാലും രാജീവൻ അവനെ കാണാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അരുൺ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇവനെ ഇവിടെ വെച്ചാൽ നമുക്ക് തീർത്താലോ എന്ന് ചോദിക്കണ്ടേ. ഇപ്പം വേണ്ട, അതെന്തായാലും ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും മടങ്ങുന്നുണ്ട്. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഒന്നും അറിയാത്ത പോലെ നിധിയോട് പറയുന്നുണ്ട്, സുധീഷിനെ കാണാനില്ല മോളെ, ആ പൈസ അവന് വേണ്ടി വന്നു, അവൻ എടുത്തിട്ട് ആ വണ്ടിയോട് കൂടി അവൻ മുങ്ങി. ഞാൻ പറഞ്ഞില്ലേ അവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്, അപ്പം നീയല്ലേ പറഞ്ഞ അതൊന്നുമില്ല അച്ഛാ, അവർ പാവാണെന്ന്. ഇപ്പം കണ്ടോ അവൻ്റെ സ്വഭാവം കാണിച്ചത് കണ്ടോ, അവരൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരാ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയാണെങ്കിൽ അവ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് തർക്കിക്കുന്നുണ്ട്. എന്തായാലും രാജീവ് ഒരു തരത്തിലും വിട്ടു കൊടുക്കുന്നില്ല. രാജീവ് പറയുന്നുണ്ട് എന്തായാലും സുധീഷ പൈസയും കൊണ്ട് മുങ്ങി മോളെ എന്നൊക്കെ പറഞ്ഞ് നിധിയെ വിശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും നിധിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത പോയി നേരെ ചെന്നിട്ട് നമ്മളെ സുഭാഷ് ഏട്ടനെ വിളിക്കേണ്ടി. എന്നിട്ട് സുഭാഷ് ഏട്ടനോട് ചോദിക്കേണ്ടത് സുധീഷ് അവിടെ എത്തിയോ, അവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടത്. ഇല്ല മോളെ, എന്താ സുധീഷിനെ കാണാനില്ല, സുഭാഷ് ഏട്ടൻ എവിടെ പോയി എന്നറിയില്ല, കുറേ പൈസയൊക്കെ ആയിട്ട് അച്ഛൻ ഒരാളെ ഏൽപ്പിക്കാൻ പറഞ്ഞതാ, വഴിയിൽ എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവില്ല എന്ന് നമ്മുടെ സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട് നിധി. എന്തായാലും നിധിയോട് പറയണത് നീ സമാധാനിക്കാൻ മോളെ, നമുക്ക് വഴി ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവിടുന്ന് അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ കേൾക്കില്ല ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയിട്ട് കൊല്ലണതൊക്കെ, അതുപോലെ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അപ്പോഴേക്കും സുഭാഷ് ഏട്ടനെ ദേഷ്യം വന്നിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഭാസ്കരൻ. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ സുധീഷിന് ഭക്ഷണം വാങ്ങാൻ പോകുന്നുണ്ട് ഗുണ്ടകൾ. ആ സമയത്ത് ഫോൺ അവിടെ നിന്ന് മറന്ന് വെച്ച് പോകുന്നുണ്ട്. ആ സമയത്ത് നല്ല സുധീഷ് കാലുകൊണ്ട് ആ ഫോൺ തട്ടിയെടുത്തിട്ട് നമ്മുടെ ഹരീഷിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ നീതിയുടെ അച്ഛൻ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി വെച്ച കാര്യം മുഴുവനും പറഞ്ഞു കൊടുക്കേണ്ട, ഗോഡൗണൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും ആ സ്ഥലത്തേക്ക് വേഗം എത്താൻ പറഞ്ഞിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. എന്തായാലും സുഭാഷും ഹരീഷും നികേഷും കൂടി പോയിട്ട് ചെന്നിട്ട് നമ്മുടെ സുധീഷിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ട് നമ്മുടെ നീതിയുടെ അച്ഛൻ്റെ മുഖത്തേക്ക് എല്ലാ പൈസയും വലിച്ചറിഞ്ഞിട്ട് നീതിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഈ ആഴ്ചത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.